അരമണിക്കൂറിന്റെ വയലായെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. വയലങ്ങനെ കുറെ നീട്ടിയിട്ട് പൊറോട്ടന്റെ പിട്ട് വലിച്ച പല വലിക്കണമെന്നൊന്നുമില്ല. അരമണിക്കൂറിൻ്റെ മതി. അത് പക്ഷെ വയലാവണം. നമ്മളെപ്പോലത്തെ അതേപോലെ വയല് അത്രന്നെ. ഞങ്ങളതെല്ലാം ഒരു വയല്, നല്ല വയലെല്ലാം പോയിന്. ഇപ്പം ഞാൻ എല്ലാവരും പറയുന്നതല്ല, എല്ലാ ഉസ്താദുമാരും ഞാൻ ചൊല്ലിയിട്ടുമില്ല. ഇനി നാളെ ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ എന്നെപ്പോലത്തെ വയലിന്റെ കഥ പറയുന്ന. ഞങ്ങളുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന മഹാനാണല്ലോ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജാർ. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ നാട്ടുകാരനാണ്, മുഗറാലുകാരനാണ്. നിങ്ങളുടെ നാട് കൊണ്ട് അറിയപ്പെട്ടയാളുമാണ്. ഇവിടെ മിത്തബയിലെ അടുത്തല്ലേ മക്ബറ അല്ലേ? അല്ലേ? ആ, വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്. ശംസുൽ മതങ്ങൾ ഇരിക്കുന്ന നെല്ലിക്കുന്നുപ്പാപ്പ ഉറൂസിന്റെ മജ്‌ലിസിലേക്ക് മഹാനർ ഇങ്ങനെ കടന്നു വരുമ്പോ ശംസുൽ ഇരുന്നിടത്ത് എടിച്ചു പോയിട്ട് അയാളെ കൈപിടിച്ച് സ്വീകരിച്ചോണ്ട് വന്നു. അത്രയും വലിയ ആളാ. അപ്പൊ ആ മഹാൻ 50 കൊല്ലം വയല് പറഞ്ഞു അത്ര. അയാൾ ഇങ്ങനെ വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ഭാഗത്ത്, ഞാനിപ്പോ സ്ഥലവും ജാഗ അഡ്രസ് ഒന്നും പറയുന്നില്ല, സമയമില്ല, ഞങ്ങൾ ഇതേ ഭാഗത്ത് കർണാടകയുടെ ഈ ഭാഗത്ത് മഹാനർ ഇങ്ങനെ വയല് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അന്നാ നാട്ടിലറിയപ്പെട്ട വെറും തോന്നിവാസിയായ ഒരു മനുഷ്യൻ, കൈ നിറയെ പൈസ ഉള്ള സമ്പത്തുള്ള ഒരാള്, ചെറിയ ആളൊന്നുമല്ല, ആര് ചൊല്ലെങ്കിലും ബല വെക്കാതെ ആരെ വാക്കും കേൾക്കാത്ത തോന്നിവാസിയായ ഒരു മനുഷ്യൻ. ഇയാളെ വയല് കേൾക്കാനിടയായി. ജസ്റ്റ് ഒന്ന് കേട്ട് ദൂരെ നിന്നിട്ട്, മാങ്ങന്റെ മരിച്ചുവട്ടിൽ നിന്ന് അല്ലെങ്കിൽ തെങ്ങുതോപ്പിന്റെ ചുവട്ടിൽ നിന്നിട്ട് കേട്ട്, ആ കേട്ട ആ മനുഷ്യന്, തോന്നിവാസിയായ തൊമ്മാടിയായ ആ മനുഷ്യന് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജാർ തങ്ങളെ വയല് കേട്ടിട്ടാകുമ്പോ ഒന്നും കൂടി കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വന്ന്, കള്ളും കഞ്ചാവല്ലാതെ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, പെണ്ണും പിടക്കോയി അല്ലാതെ ആ മനുഷ്യൻ തൊട്ടിട്ടേ ഇല്ല, വേണ്ടാത്രങ്ങളല്ലാതെ പ്രവർത്തിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള തോന്നിവാസിയായ തൊമ്മാടിയായ മനുഷ്യന് ഇയാളെ വയല് കേട്ട് അടുത്തേക്ക് വന്ന് പിന്നെ നിങ്ങൾ ഇരുന്ന പോലെ മജ്‌ലിസിൽ എന്നിട്ട് വയല് കേൾക്കാൻ തുടങ്ങി. ആ വയല് കേട്ടിട്ട് അയാൾക്ക് മാറ്റമുണ്ടായി, ഈമാന് വർദ്ധിച്ചു, കണ്ണിൽ നിന്നിട്ട് ധാരധാരയായി വെള്ളം ഒഴുകാൻ തുടങ്ങി. ആയ കാലത്ത് വന്നുപോയ, കഴിഞ്ഞ കാലത്ത് സംഭവിച്ചു പോയ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർത്തിട്ട് അയാൾ ഒരു നിമിഷം ചിന്തിച്ചു പോയി, വല്ലാണ്ട് ഖേദത്തിലായി. നേരെ സ്റ്റേജിന്റെ അടുത്ത് വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, പത്രേ ഉസ്താദ്, എനിക്ക് വേണ്ടി ദുആരക്കണോ, തൗബ ചൊല്ലിത്തരണോ, എനിങ്ങനെ പോയെങ്കിൽ ആ വേല എനക്കൊന്ന് മാറണോ, എനക്കൊന്ന് ചേഞ്ച് ആവണോ, ഉസ്താദ് തൗബ ചൊല്ലിത്തരണമെന്ന് പറഞ്ഞിട്ടാകുമ്പോ മഹാനരായ വലിയുള്ളാഹി അഡ്യാർ കണ്ണൂർ മുഹമ്മദ് ആജാർ തങ്ങൾ ഉപ്പാവറുകള് അവിടുന്ന് ദുആരുന്നു. ആ ദുആന്റെ ഫലമായി, മഹാനരുടെ വയല് കേട്ടതിന്റെ ഫലമായി സുബ്ഹാനല്ലാഹ്, അയാളാകെ മാറി. അയാൾ ഫുള്ള് ചേഞ്ചായി എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ മനുഷ്യൻ മരണപ്പെട്ടു. ആളാരി എടുത്താളെന്ന് പയ്യെ കേട്ടോ, ഞാൻ ചെല്ലാം, ഞാൻ പറഞ്ഞതില്ല, അതാണ് വയല്. ഇപ്പൊ ഞമ്മളെ വയല് കേട്ടെങ്കിൽ ഈമാൻ കൂടുവോ അല്ലെ ഉള്ള ഈമാനും കുറവോ നടക്ക് പേടിയുണ്ട്. അള്ളാഹു ഞങ്ങളെ ഇൽമ നാഫിയാക്കട്ടെ. അപ്പൊ ഇതെല്ലാം വെച്ചതും ഈ പരിപാടി കൊണ്ടുള്ള ഉദ്ദേശവും ഈമാന് കൂട്ടാനാണ്, നമുക്ക് ഇസ്ലാമിനെ പറ്റി കൂടുതൽ അറിയാനാണ്, ആത്മീയമായിട്ട് ഉയരാനാണ്, നമ്മുടെ ചെയ്തികളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിലേക്ക് മടങ്ങാനാണ്. അല്ലാതെ ദുന്യവിയായ ലാഭങ്ങളോ നഷ്ടങ്ങളോ തേടിച്ചിട്ടല്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങളാരും ഇവിടെ വന്നിട്ടുമില്ല. നിങ്ങളീ വന്നിരിക്കുന്ന ഓരോ ഇരുത്തത്തിനും ഉമ്മമാറ് കേൾക്കണോ, പെങ്ങള് കേൾക്കണോ, മുസ്ലിമേ കേൾക്കണോ, നിങ്ങൾ ഈ വന്ന് ഇരുത്തമില്ലേ, ഇതല്ലാഹുവിന്റെ കണ്ണിൽ വലിയ കർമ്മമാണ്, വലിയ ഇബാദത്താണ്. ബഹുമാനപ്പെട്ട